ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനവുമായി വരാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്രായുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു മെസ്സേജാണ്, ഒരു കർത്താവിൻ്റെ ഒരു മർമ്മമാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. അങ്ങ് അടിയനിലൂടെ സംസാരിക്കുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം വിശ്വാസമായി മാറട്ടെ. അങ്ങയുടെ വചനം പണിയേണ്ടതിനെ പണിയട്ടെ. അങ്ങയുടെ വചനം ഡിസ്ട്രോയ് ചെയ്യേണ്ടതിനെ ഡിസ്ട്രോയ് ചെയ്യട്ടെ. അങ്ങയുടെ വചനം ക്രിയ ചെയ്തതിനെ സ്തുതിക്കുന്നെല്ലാം നസ്രാന യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. എസ്രായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മടങ്ങിവരവിൻ്റെ പുസ്തകമാണ്. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ഒരു മടങ്ങിവരവിലോട്ട് എസ്രായെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അനേക പ്രവാചക പുസ്തകങ്ങളും അങ്ങനെയുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ ഇതാണ് ഒരു മടങ്ങിവരവിൻ്റെ പുസ്തകം, ഒരു മടങ്ങിവരവിൻ്റെ സന്ദേശമുള്ള പുസ്തകം. അതിനോട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനങ്ങൾ എസ്രാ എന്നൊരു മനുഷ്യൻ മാത്രമല്ല ഉണ്ടായിരുന്നു, അനേക ആൾക്കാരുണ്ടായിരുന്നു. അതുമാത്രമല്ല, ദൈവവചനം ഇന്നത്തെ പോലത്തെ എല്ലാവരുടെയും കയ്യിൽ സുലഭമാണെന്ന് അറിയത്തില്ല. എങ്കിലും ദൈവിക കൽപ്പനയും ന്യായപ്രമാണം അത് എല്ലാവർക്കും വേണേൽ വായിക്കാമായിരുന്നു, എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അതൊക്കെ ചെയ്യാൻ സാധിക്കും. അനേക ആൾക്കാരുമുണ്ട് ഇസ്രായേൽ ജനതയിടയ്ക്ക് യഹോവയുടെ ന്യായപ്രമാണവും സുലഭമായിട്ടുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ന്യായപ്രമാണം സുലഭമായിരുന്നിട്ടും ഇസ്രായേൽ ജനതയിൽ അനേകം ആൾക്കാരുണ്ടായിരുന്നിട്ട് ന്യായപ്രമാണം പഠിപ്പാനും അതനുസരിച്ച് നടപ്പാനും കർത്താവിൻ്റെ ഹിതം ആക്കുവാനും അധികം പേർ കൂട്ടാക്കിയില്ല, അധികം പേർ മനസ്സ് വെച്ചില്ല. ഒരിക്കലും ഞാൻ പറയട്ടെ, അനേക ആൾക്കാരുണ്ട്, എല്ലാവർക്കും വേണേൽ ന്യായപ്രമാണം പഠിക്കുകയും ന്യായപ്രമാണം അവൈലബിളാണ്, ദൈവവചനം അവൈലബിളാണ്. എന്നാൽ ദൈവവചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാനുമായി അനേകർ മനസ്സ് വെച്ചില്ല. സ്പെസിഫിക്കായിട്ടിവിടെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അനുസരിച്ച് നടപ്പാനും ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരിക്കുന്നു. എസ്രാ മനസ്സ് വെച്ചിരിക്കുന്നു. അനേകർക്കത് ചെയ്യാം. അനേകർക്ക് ആർക്കെങ്കിലും ന്യായപ്രമാണം പരിശോധിപ്പാനും പഠിപ്പാനും ഒക്കെ ചെയ്യാം. ഇസ്രായേലിൽ അനേക ആൾക്കാരുമുണ്ട്. പക്ഷെ അധികം പേർ ന്യായപ്രമാണം പഠിച്ച് കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാനായി മനസ്സ് വെച്ചില്ല. എസ്രാ മനസ്സ് വെച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് അനേകർക്ക് ദൈവവചനമുണ്ട്, പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും നാമിൽ എത്ര പേർ കർത്താവിൻ്റെ വചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായി മനസ്സ് വെക്കുന്നുണ്ട്? അത് നമ്മുടെ ചോയ്സാണ്. അത് നമുക്ക് വേണ്ടി ആർക്കും ചെയ്യാനൊക്കത്തില്ല. കർത്താവിന്ന് ചോദിക്കുന്നു. ഇന്ന് ദൈവവചനമുണ്ട്, പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നിട്ടുണ്ട്. എങ്കിലും ദൈവവചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായി ആർ മനസ്സ് വെക്കുന്നു? പ്രൈസ് ദി ലോർഡ്. സഭയിൽ വരുന്നവരായിരിക്കാം, കൈയടിച്ച് ആരാധിക്കുന്നവരായിരിക്കാം, വളരെ വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വചനം ശുശ്രൂഷിക്കുന്നവരായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ വചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായും മനസ്സിലാക്കുവാനും മനസ്സ് വെക്കുന്നവൻ വേറൊരു ഭാഷയെ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം, കർത്താവിനെ
ഹൃദയത്തിൽ നിന്ന് അന്വേഷിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. നാം കർത്താവിനെ അന്വേഷിക്കുന്നു. കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാൻ പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായി നാം മനസ്സ് വെക്കുന്നു. ഇസ്രായേൽ ജനതയിൽ അനേകരുണ്ടായിരുന്നു. ദൈവവചനം അവൈലബിൾ ആയിരുന്നു. എന്നാൽ ദൈവവചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാനായി എസ്ര മനസ്സ് വെച്ചു. നാം മനസ്സ് വെക്കുന്നു. മനസ്സ് വെക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം മനസ്സിലാക്കി തരാൻ കർത്താവ് വിശ്വസ്തനാണ്. നാം മനസ്സ് വെക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. യഹോവയുടെ വചനം പഠിപ്പാനും ചട്ടങ്ങളെ മനസ്സിലാക്കാനും അത് ഉപദേശിപ്പാനുമായി എസ്ര മനസ്സ് വെച്ചു. നാം മനസ്സ് വെക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ കോർ വേഴ്സ്. അപ്പം ഇനി അടുത്ത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടു വചനം പഠിപ്പാനും ചട്ടങ്ങളെ മനസ്സിലാക്കുവാനും അത് ഉപദേശിപ്പാനും എസ്ര മനസ്സ് വെച്ചു. ഇനി അടുത്ത് നമ്മൾ കാണേണ്ട, ഈ എസ്ര മനസ്സ് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരാൻ എസ്ര ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്ര പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധ വെച്ചു കേട്ടു. പ്രൈസ് ദി ലോർഡ്. രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവരും ശ്രദ്ധ വെച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ അതേ അധ്യായം 18-ാം വാക്യം കൂടെ വായിക്കാം. ആദ്യ ദിവസം മുതൽ അവസാന ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധ വെച്ചു കേട്ടു. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എസ്ര ദൈവവചനം പഠിപ്പാനായി മനസ്സ് വെച്ചു. കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി ചട്ടങ്ങളനുസരിച്ച് നടക്കാൻ വേണ്ടി എസ്ര മനസ്സ് വെച്ചു. ദൈവവചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ ദൈവവചനം ഉള്ളിൽ കയറുമ്പോൾ ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനം ഉള്ളിൽ കയറുമ്പോൾ അത് ഒതുങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ കൂടെ അത് വെളി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പഠിപ്പാനായി നാം മനസ്സ് വെക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ അതിനവിടെ ഒതുങ്ങിയിരിക്കാൻ സാധ്യമല്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. ഒരുപക്ഷെ പിശാചിന് ദൈവവചനം പ്രസംഗിക്കുന്നവരെ ഒതുക്കാം, അവരെ പിടിച്ച് ജയിലിലിടാം, അവരുടെ വായ് വെട്ടാം. പക്ഷെ അങ്ങനെ ചെയ്താൽ കൂടെയും ദൈവവചനം എങ്ങനെയും അത് പുറത്തു വരും. ദൈവവചനത്തിന് ബന്ധനമില്ല. എസ്ര ശാസ്ത്രി ദൈവവചനം പഠിപ്പാനായി ഒരുമ്പെട്ട് അതിനായി മനസ്സ് വെച്ചു. ദൈവവചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അതിന് അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. അത് വായിലൂടെ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവരും ശ്രദ്ധ വെച്ച് കേട്ട്. ഈ വചനം നമ്മുടെ ഉള്ളിൽ കയറുവാണെങ്കിൽ അതിനോട് വെറുതെ ഇരിക്കാനൊക്കത്തില്ല. ഉള്ളിൽ കയറിയത് വായിൽ കൂടെ
പുറത്തു വരും. ഓ പ്രൈസ് ദി ലോർഡ്. യെസ്, എസ്രാ ശാസ്ത്രി ആദ്യം വചനം പഠിപ്പാനായി കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ച് ദൈവപ്രമാണം മനസ്സിലാക്കാനായി മനസ്സ് വെച്ചു. വചന ഉള്ളിക്കേറി അത് അവിടെ ഇരിക്കത്തില്ല, അത് വായിലൂടെ പുറത്തു വന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവവചനം. വേറൊരു ഭാഗത്ത് പറയുന്ന റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. എസ്രാ ശാസ്ത്രിയുടെ ഉള്ളിൽ വചനം കയറി അന്വേഷിച്ചു വന്നപ്പോൾ, വചനം പഠിപ്പാനായി കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാനായി മനസ്സ് വെച്ചപ്പോൾ വചനം ഉള്ളിൽ കയറി. ദൈവവചനത്തിന് ബന്ധനമില്ലാത്ത ദൈവവചനം അവിടെ ഇരിക്കാനൊക്കത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ വായിൽ കൂടെ പുറത്തു വന്നു. ഓ പ്രൈസ് ദി ലോർഡ്. വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആ വചനത്തിനവിടെ ഒതുങ്ങിയിരിക്കാനൊക്കത്തില്ല. വചനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ അതിനവിടെ ഒതുങ്ങിയിരിക്കാനൊക്കത്തില്ല, അത് നമ്മുടെ വായിലൂടെ പുറത്തു വരും. ഇതിനോട് ബന്ധപ്പെട്ട് കർത്താവ് തന്നെ പറഞ്ഞ ഒരു ഭാഗങ്ങൾ വായിച്ചു നോക്കും. മുന്നോട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിനും ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. വചനം പഠിപ്പാനായി നാം ഒരുമ്പിടുമ്പോൾ, കർത്താവിനെ അന്വേഷിക്കുന്നതിന് നമ്മൾ ഒരുമ്പിടുമ്പോൾ, ആ വചനം നമ്മളെ ഹൃദയത്തിൽ കയറുമ്പോൾ, സഹോദര സഹോദരി, അതവിടെ ഇരിക്കത്തില്ല, അത് നമ്മളെ വായിലൂടെ പുറത്തു വരും. നാം സംസാരിക്കുമ്പോൾ ആ വചനം പുറത്തു വരും. എസ്രാ ശാസ്ത്രി മനസ്സ് വെച്ചു. ഇസ്രായേൽ ജനത മാറിപ്പോയെന്ന് അത് മനസ്സിലാക്കി ഈ വചനം പഠിപ്പാനായി മടങ്ങി വരവനായി എസ്രാ ശാസ്ത്രി മനസ്സ് വെച്ച് വചനം അന്വേഷിച്ചു. വചനം ഉള്ളിൽ കയറി. ഓ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കേൾക്ക്. ന്യായപ്രമാണ പുസ്തകം വായിച്ചു, സർവരും ശ്രദ്ധ വെച്ച് കേട്ടു. വചനത്തിനോട് ഇരിക്കാനൊക്കത്തില്ല. വചനം ഉള്ളിൽ കയറിയ സഹോദര സഹോദരി, അത് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരും. കാരണം വചനത്തിനോട് ഇരിക്കാനൊക്കത്തില്ല. പലപ്പോഴും നാം വചനം പഠിപ്പാൻ ഒരുപ്പെടുന്നു. വചനം പഠിപ്പാനായി നാം മനസ്സ് വെക്കുമ്പോൾ, വചനം ഉള്ളിൽ കയറി നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്നില്ല. വായിൽ നിന്ന് വരുന്നത് പലപ്പോഴും പരദൂഷണവും നിരാശയും പിറുപിറുപ്പും മുഷുവിൻ്റെയും വാക്കുകൾ മാത്രമെന്ന്. അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി, സ്നേഹത്തോട് പറട്ടെ, ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറിയില്ല. കാരണം ഈ വചനം കയറി ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ വായിലൂടെ അത് പുറത്തു വരും. അതിനെ ചങ്ങലയിട്ട് ബന്ധിക്കാനൊക്കത്തില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. ആ വചനത്തിനവിടെ ഒതുങ്ങിയിരിക്കാനൊക്കത്തില്ല. ന്യായപ്രമാണ പുസ്തകം ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു, സർവരും ശ്രദ്ധ വെച്ച് കേട്ടു. ഓ പ്രൈസ് ദി ലോർഡ്. എസ്രാ ശാസ്ത്രി വചനം പഠിപ്പാനായി മനസ്സ് വെച്ചു. വചനം ഉള്ളിൽ കയറി അത് അദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറത്തു വരുന്നത് കാണാൻ സാധിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലും വചനങ്ങൾ അത് വായിലൂടെ പുറത്തു വരും. അതിനവിടെ ഒതുങ്ങിയിരിക്കാനൊക്കത്തില്ല. എന്താണത് കഴിയുമ്പോൾ സംഭവിച്ച മനോഹരമായിട്ട് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? എസ്രാ ശാസ്ത്രി വചനം പഠിപ്പാനായി മനസ്സ് വെച്ചു. വചനം അദ്ദേഹത്തിൻ്റെ വായിലൂടെ വന്നു. പിന്നെന്താണ് സാധിക്കുക? അദ്ദേഹം തന്നെ താഴ്ത്തി ദൈവജനത്തിനായൊരു വലിയൊരു ഭാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. വചനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നാച്ചുറലി നമ്മുടെ ഉള്ളിൽ വരുന്ന ദൈവജനത്തെ നാം തന്നെ താഴ്ത്തി ദൈവജനത്തിനായൊരു ഭാരം വന്ന് ദൈവജനത്തിനായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്ങൾ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ,
എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ തിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യം ഞങ്ങൾ തലയ്ക്കുമീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. നാം ദൈവജനം പഠിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അകൃത്യങ്ങൾ പങ്കാളിയായെന്നോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇസ്രായേൽ ജനം വളരെ മാറിപ്പോയിരുന്നു. ഇസ്രായേൽ ജനം ഇണയില്ലാപ്പിണ കൂടിയിരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനം ശബത്തിൻ്റെ പ്രമാണത്തെ വിട്ടുകളഞ്ഞിരുന്നു. ആ ന്യായപ്രമാണം അനുസരിച്ച് ദശാംശം ഉൾക്കൊള്ളുന്ന പ്രമാണം വിട്ടുകളഞ്ഞു. വളരെ മാറിപ്പോയി. എസ്രാ ഇതൊന്നും ചെയ്തതായിട്ടോ ഒന്നും പറയുന്നില്ല. പക്ഷെ ദൈവവചനം ഉള്ളിക്കേറിയപ്പോൾ എസ്രാ ശാസ്ത്രി തന്നെ താഴ്ത്തി ദൈവജനത്തിനായി ഒരു ഭാരത്തോടെ ഇടിവിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനത്തിൻ്റെ അവസ്ഥയെപ്പറ്റി മനസ്സിലാകുകയും അതിനെപ്പറ്റി ഭാരത്തോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് കാണാൻ സാധിക്കും. എസ്രാ ശാസ്ത്രിയുടെ ഭാരം ഇവരുടെ മകൻ അമേരിക്കൻ വിസ കിട്ടിയില്ലെന്നുള്ളതല്ല, അല്ലെങ്കിൽ പുള്ളിക്ക് വെളിയിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വിസ ബ്ലോക്ക്ഡ് ആവുന്നല്ല ഞാൻ അതിനായിട്ട് പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു ഭാരം, തന്നെ താഴ്ത്തി ദൈവജനത്തിനായൊരു ഭാരം വന്ന് ഇടിവിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കായ ഒരു ഭാരം വന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പണ്ടത്തെ കാലത്തെ ഒരു ദൈവാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മൾ കാണുന്നുണ്ടോ? പണ്ടത്തെ ഒരു വിശ്വാസത്തിൻ്റെ അളവ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടോ? പണ്ട് പ്രവചനങ്ങളാലും അന്യഭാഷയുടെ വിവർത്തനത്താലും സുലഭമായിരുന്ന സഭ ഇന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഒരു ഭാരം നമുക്കുണ്ടോ? പലപ്പോഴും നമ്മുടെ ഭാരമൊന്നുമല്ല, നമ്മൾ വിസ കിട്ടാത്തതും വെളിയിൽ പോകുന്ന ഇത്ര ലേറ്റ് ആകുന്നതുമാണ് ഭാരം. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയും. പക്ഷെ അതിലും ഉപരിയായിട്ട് ദൈവജനത്തിനായൊരു ഭാരം നമുക്കുണ്ടോ? എസ്രാ ശാസ്ത്രി പാപത്തിൽ പങ്കാളിയെന്ന് പറയുന്നില്ലെങ്കിൽ പോലും ദൈവസന്നിധി താഴ്ത്തി ദൈവജനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവജനത്തിനായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കുന്നു. ഈ വചനം നമ്മുടെ ഉള്ളിൽ കയറിയ നമ്മുടെ വായിലൂടെ പുറത്തു വന്ന് ദൈവജനത്തിനായൊരു ഭാരം, ദൈവസഭയ്ക്കായൊരു ഭാരം നമുക്കുണ്ടോ? അത് നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ നമ്മുടെ ഭാരം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും അടുത്ത രാജ്യത്തിൻ്റെ വിസ പോളിസിയിലും ഒതുങ്ങിപ്പോയോ? വചനം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ദൈവജനത്തിനായൊരു ഭാരം നമുക്കുണ്ടോ? ദൈവജനത്തിനായി ഇടിവിൽ നിന്ന് പ്രാർത്ഥന കാണാൻ സാധിക്കും. ആ സ്പെസിഫിക് ആയിട്ട് കാണാൻ സാധിക്കും. എസ്രാ ശാസ്ത്രി തന്നെ താഴ്ത്തി ദൈവജനത്തായിട്ട് നിന്ന് കരയുന്നു. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലായിരുന്നു. ആരാണ്ട് പറഞ്ഞുകൊണ്ട് ആരാണ്ടെ പ്രസാദിക്കുകയാണ് ചെയ്തല്ല. പക്ഷെ ദൈവവചനം ഉള്ളിക്കേറി അത് വായോടെ പുറത്തു വന്ന് ആ ഭാരത്താൽ അദ്ദേഹം കരഞ്ഞു തുടങ്ങി. ദൈവവചനത്തിനായി ദൈവസഭയ്ക്കായി ഭാരം നമുക്കുണ്ടോ? ഞാൻ വാക്യം എഴുതിയിട്ടില്ല, പക്ഷെ പലപ്പോഴും പൗലോസ് ഏതോ ലേഖനത്തിൽ ആരുടെ പറയും, ഞാൻ റെഫറൻസ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, തിമോത്തിയെ പോലെ എനിക്ക് വേറെ ആരുമില്ല. കാരണം ബാക്കിയുള്ളവരും കർത്താവിൻ്റെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടമല്ല അത്രയും നോക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇത്രയും വലിയായിട്ട് കർത്താവ് ഉപയോഗിച്ച അപ്പോസ്തലനായ പൗലോസിനെ കൂടെ നിൽക്കുന്നവരെ പറ്റി നമ്മുടെ ഭാരം എന്തിനു വേണ്ടി? ദൈവസഭയുടെ അവസ്ഥ, പണ്ടത്തെ പോലെ നല്ല കാലം ഇല്ലാത്തതിൻ്റെ അവസ്ഥ, പണ്ടത്തെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കാണാത്തതിൻ്റെ അവസ്ഥ, പണ്ടത്തെ പോലെ വിശ്വാസ വീരന്മാർ അണിനിരക്കുകയും ഒരു ദൈവവചനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സുലഭമല്ലാത്തൊരവസ്ഥയെപ്പറ്റി ഒരു ഭാരം നമുക്കുണ്ടോ? ദൈവവചനം നമ്മുടെ ഉള്ളിൽ കയറിയ ദൈവവചനത്തെപ്പറ്റി ഒരു ഭാരം നമുക്ക് വരും. ഇവിടെ എസ്രാ ശാസ്ത്രിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്താണ് എസ്രാ ശാസ്ത്രി ഇങ്ങനെ ചെയ്തപ്പോൾ വേറെ എന്ത് സംഭവിച്ചു? എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എസ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ കടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹിയേലിൻ്റെ മകൻ ശെഖന്യാസ്രോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളും അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയാണ്. ഓ പ്രൈസ് ദി ലോർഡ്.
നമുക്ക് സ്പെസിഫിക്കായിട്ട് കാണാം. എസ്രാ ശാസ്ത്രി വചനം പഠിക്കാൻ വരുമ്പോട്ടും വചനം വായിലൂടെ വന്ന് അദ്ദേഹം ദൈവജനത്തിനായിട്ട് വീഴുന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിലുണ്ടായിരുന്ന ആ ദൈവപ്രവൃത്തി, ആ ഉണർവ്, അത് അദ്ദേഹത്തിൽ ഒതുങ്ങി നിന്നില്ല, അത് പടരാൻ തുടങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ താണ് വീണ് കരഞ്ഞു തുടങ്ങി. ആ ഉണർവ് അദ്ദേഹത്തിൽ ഒതുങ്ങിയില്ല, അത് പടരാൻ തുടങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവവചനം പഠിക്കാനായി, കർത്താവിനെ നാം മനസ്സിലാക്കാനായി ഒരുമ്പെട്ട് ആ വചനം നമ്മുടെ വായിൽ നിന്ന് ദൈവവചനത്തിന് വിട്ടൊരു ഭാരമെന്ന് നാം വിടുന്ന് പ്രാർത്ഥിക്കും. അത് ഉണർന്ന് നമ്മളിൽ ഒതുങ്ങാനൊക്കത്തില്ല, അത് പടരുവാൻ തുടങ്ങും. ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി നിന്ന്, ഒരു മനുഷ്യൻ കർത്താവിനെ അന്വേഷിക്കാനായി മനസ്സ് വെച്ച് അദ്ദേഹത്തിലൂടെ വന്ന ആ ദൈവപ്രവൃത്തി അത് പടരുവാൻ സാധിച്ചു, പടരുവാൻ തുടങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ക്ലിയറാക്കുന്ന ഒരു വാക്യങ്ങളുടെ വാക്യം, അതേ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്തു ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാർത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാർത്തികളോടും വേർപെടുകയും ചെയ്യുകയെന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞു, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു ശരിയായൊരു മടങ്ങിയൊരു ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് വരുന്ന കാണാൻ സാധിക്കും. ഒരാൾ നിന്നു, ഒരാൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കാൻ, ദൈവവചനം അന്വേഷിക്കാൻ മനസ്സ് വെച്ചു. ദൈവവചനം അദ്ദേഹത്തിൻ്റെ വായിലൂടെ വന്ന് അദ്ദേഹത്തിന് ദൈവസഭയുടെ അവസ്ഥയെപ്പറ്റി ഒരു ഭാരം വന്ന് അദ്ദേഹം ഇടിവിൽ നിന്ന് കരഞ്ഞ് ആ ഉണർവ് അനേകരിലോട്ട് പകരുവാൻ തുടങ്ങി. ശരിയായൊരു മാനസാന്തരം, ശരിയായൊരു മടങ്ങിയ ഒരു ദൈവസഭയ്ക്ക് വരുന്നവർ കാണാൻ സാധിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. ഒരാൾ ദൈവസഭയിൽ നിന്നപ്പോൾ കർത്താവ് അദ്ദേഹത്തിലൂടെ ദൈവസഭയ്ക്ക് ശരിയായൊരു മടങ്ങി വരെ കൊടുത്തവർ കാണാൻ സാധിക്കും. നാം കർത്താവിനെ അന്വേഷിക്കുന്നു, ദൈവവചനം പഠിപ്പാനും കർത്താവിൻ്റെ ഹിതം അന്വേഷിപ്പാനുമായി നാം മനസ്സ് വെക്കുന്നു. വചനം നമ്മുടെ ഉള്ളിൽ കയറി വായിലൂടെ വന്ന് ഒരു ദൈവജനത്തിൻ്റെ ഭാരത്തെപ്പറ്റി ദൈവസഭയ്ക്കാരും മടങ്ങിയവരെ വരുത്താൻ കർത്താവ് വിശ്വസ്തനാണ്. നാം കർത്താവിൻ്റെ വചനം പഠിപ്പാനും അതിൻ്റെ ഹിതം അന്വേഷിക്കാനായി മനസ്സ് വെക്കുന്നു. നമ്മിലൂടെ ഒരു മടങ്ങിയവരെ വെച്ച് കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കാൻ, വെയിൽസ് ദേശത്ത് ഒരു പ്രാവശ്യം ഉണർന്നപ്പോൾ ഇവാൻ റോബർട്ട്സിൻ്റെ ദേവദാസനെ കർത്താവ് ഉപയോഗിച്ചു. ഞാൻ പ്രിപ്പയർ ചെയ്തല്ല, പക്ഷേ അന്നത്തെ ഉണർവ് കണ്ടവർ പറയുന്നു, ആ ഉണർവിലോട്ട് മനുഷ്യനെ അട്രാക്ട് ചെയ്ത് ഇവാൻ റോബർട്ട്സ് എന്ന മനുഷ്യൻ്റെ വാക്ചാതുര്യമോ ഇവാൻ റോബർട്ട്സ് എന്ന മനുഷ്യൻ്റെ വചനജ്ഞാനമോ ഒന്നുമല്ല. അനേകർ കണ്ടിരുന്നത് ഇതാണ്. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു പാടുമായിരിക്കും, പരിശുദ്ധാത്മാവ് ഒരിടിയെന്ന പോലെ അവർ ചെയ്യത്തുള്ളൂ, അവർക്കൊരു ഫിക്സഡ് പാറ്റേൺ അവർ ചെയ്യത്തില്ല മനുഷ്യനെന്ത്. പക്ഷെ പലപ്പോഴും ഇവാൻ റോബർട്ട്സിനെ മനുഷ്യൻ സ്റ്റേജിൽ കാണത്തില്ല. മനുഷ്യൻ ചിലപ്പോൾ വിചാരിക്കും, ഇവാൻ റോബർട്ട്സ് എവിടെ, മീറ്റിംഗ് നടക്കൂല, ജനം തിങ്ങുകൂടി, ഇവാൻ റോബർട്ട്സ് എവിടെ. പലരും പറയുന്നത് ആ സ്റ്റേജിൻ്റെ ഇപ്പുറത്തോട്ട് നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ ഒരു മനുഷ്യൻ മുട്ടയെ കുത്തി ദൈവസ്ഥാനതയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കാം. ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഭാരത്തോട് മുട്ടയെ കുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഇവാൻ റോബർട്ട്സിനെ കാണാൻ സാധിക്കും. മനുഷ്യൻ പറയുന്നു, അദ്ദേഹം ആ പ്രാർത്ഥനയാണ് മനുഷ്യനെ ആ ഉണർവിലോട്ട് കൊണ്ടുവന്നത്. നാം കർത്താവിനെ അന്വേഷിക്കുന്നുവോ, ദൈവവചനം പഠിപ്പാൻ അവൻ്റെ ഹിതം അന്വേഷിപ്പാനുമായി നാം ഒരു മനസ്സ് വെക്കുന്നു എങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ കയറി വായിലൂടെ വന്ന് ദൈവസഭയ്ക്ക് ഒരു ഉണർവ് വരുത്തുവാൻ, ദൈവസഭയ്ക്ക് ഒരു മടങ്ങേറി വരുത്താൻ കർത്താവ് വിശ്വസ്തനാണ്. നാം മനസ്സ് വെക്കുന്നു. നാം കർത്താവിനെ അന്വേഷിക്കാൻ മനസ്സ് വെക്കുന്നു. പണ്ടത്തെ പോലത്തെ നല്ല കാലം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സുലഭമായൊരു നല്ല കാലം, അത്ഭുത രോഗസൗഖ്യങ്ങളും വിടുതലുകളും സുലഭമായ നല്ല കാലം വരുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നാം കർത്താവിനെ അന്വേഷിക്കാനായി മനസ്സ് വെക്കുന്നു. ഒരാൾ കർത്താവിനെ
ആ മടങ്ങിയവർ അദ്ദേഹത്തിൽ ഒതുങ്ങാൻ ഒക്കത്തില്ല. ആ മടങ്ങിയവർ ദൈവസഭയിലോട്ട് വന്ന് കാണാൻ നാം കർത്താവിൻ്റെ വചനം പഠിച്ച് ഹിതാന്വേഷിപ്പാനായി മനസ്സ് വെക്കുന്നു. ചരിത്രം പഠിച്ചാൽ നമുക്ക് ഉടനീളം ഇത് കാണാൻ സാധിക്കാം. കൃത്യം ഓർക്കുന്നില്ല, നമ്മൾ ആദിമസഭകളിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും രക്ഷയുടെ വിശ്വാസത്താൽ രക്ഷയുടെ മെസ്സേജ് പിശാച് എല്ലാവരുടെയും ഒളിപ്പിച്ചു വെച്ചു. മനുഷ്യരതിനെപ്പറ്റി അന്ധതയിൽ നിന്നാണ് ഒരു കാലമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മാർട്ടിൻ ലൂതർ കർത്താവിൻ്റെ വചനം പഠിച്ച് കർത്താവിനെ അന്വേഷിക്കാനായി ഒരുമ്പെട്ടു. വിശ്വാസത്താൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നുള്ള സത്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറി. അദ്ദേഹം ദൈവത്തിന് ഉള്ളിൽ കയറി വായിലൂടെ വന്നു. ദൈവസഭയ്ക്ക് വലിയൊരു മടങ്ങിവരവ് കർത്താവ് പ്രവർത്തിച്ചു. അതിൻ്റെ അനുഗ്രഹം, വിശ്വാസാൽ രക്ഷ എന്ന അനുഗ്രഹം നമ്മളും അതുകൊണ്ട് പ്രാപിച്ചു. ഒരു മാർട്ടിൻ ലൂതർ ദൈവവചനം പഠിച്ച് കർത്താവിനെ അന്വേഷിച്ചിരുന്നു. ആ ദൈവസഭയ്ക്ക് ദൈവചരത്തിന് വലിയൊരു മടങ്ങിവരവ് കർത്താവ്, അതിൻ്റെ അനുഗ്രഹം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു. ഒരു സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അന്യഭാഷകളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന വലിയ സത്യം പിശാച് വീണ്ടും മനുഷ്യനെ അന്ധരാക്കി. മനുഷ്യർക്ക് ഇല്ലാതെ പോയി. മനുഷ്യർക്ക് ആ വെളിപ്പാട് മനസ്സിലായില്ല. എന്നാൽ കർത്താവ് ഒരു മനുഷ്യനായ ചാൾസ് ഫർഹാം ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ ഹിതം ആ മേഖലയിൽ അന്വേഷിച്ചു. അദ്ദേഹം അതിനായിട്ട് അന്വേഷിച്ച് നിന്നു. 1900 ന്യൂ ഇയേഴ്സ് ഈവ് മനുഷ്യൻ്റെ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ പകർന്നു. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു മർമ്മത്തിലേക്ക് മടങ്ങി വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു പ്രവർത്തനം കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ച് ദൈവവചനം പഠിപ്പാനായി മനസ്സ് വെച്ച് അതിലൂടെ ദൈവസഭയ്ക്ക് വലിയൊരു മടങ്ങിയൊരു കർത്താവ് കൊടുത്തു. നാം കർത്താവിൻ്റെ ഹിതം അന്വേഷിപ്പാനായി മനസ്സ് വെക്കുന്നു. ദൈവവചനം പഠിപ്പാനായി വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വായിലൂടെ നിന്ന് ദൈവസഭയ്ക്ക് ഒരു ഭാരത്തോടെ നമ്മളോടൊരു ഉണർവ് ഒരു മടങ്ങിയൊരു കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും ചില ആൾക്കാർ പറയുന്നുണ്ട്, പണ്ട് ഞാൻ പെന്തിക്കോസ്ത് സഭ വന്നപ്പോൾ എനിക്കൊരു അവിടെ നിൽപ്പിൽ എൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു പ്രവചനം കിട്ടുമായിരുന്നു. പലപ്പോഴും അന്യഭാഷകളുടെ വിവേചനം കാണുവാൻ, പലപ്പോഴും വിശ്വാസത്തിൽ വളരെ വർദ്ധിച്ച അനേകം മരുന്ന് പോലും എടുക്കാതെ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നില്ല? സഹോദരി, അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. നീ ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ ഹിതമന്വേഷിച്ച് നിന്നിലൂടെ ദൈവസഭയ്ക്ക്, ഇന്നത്തെ സഭയ്ക്ക് ഒരു മടങ്ങിയൊരു കർത്താവ് നടത്തും. കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കോ ഭംഗം എസ്രാ മനസ്സ് വെച്ചതുപോലെ നാം മനസ്സ് വെക്കാൻ തയ്യാറാണ്. ഒരു മടങ്ങിയൊരു വരുത്താൻ കർത്താവ് വിശ്വസ്തനാണ്. ഇത്രയും നമ്മൾ കണ്ടു. നമുക്ക് നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ വരാം, മടങ്ങിവരും നമുക്കെന്ത് മടങ്ങിവരും? അതിൽ അനേകരും നാമധേയ സഭകളിൽ നിന്നും മറ്റു മതവിശ്വാസത്തിൽ നിന്നും പലപ്പോഴും വളരെ വില കൊടുത്തു വന്നവരുണ്ട്. നമുക്കിനി എന്തോ മടങ്ങി വരാനുള്ളൂ. ഇതൊരു പക്ഷേ നാമധേയ സഭകൾക്കോ ബാക്കിയുള്ളവരടുത്തോ പറയാവുന്ന മെസ്സേജാണ്. സഹോദര, അതല്ല, അത് ഞാൻ മനസ്സിലാക്കി തരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യം. പലപ്പോഴും ഈ വേറൊരു സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം വരുന്നത് യേശുക്രിസ്തുവിലൂടെ അല്ലാത്ത വേറൊരു വഴി പ്രസംഗിക്കുന്നതോ ബൈബിളിൻ്റെ പുറത്തോട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. അതൊന്നുമല്ല. ബൈബിളിലെ സത്യങ്ങളെ നുഴഞ്ഞു കയറി കർത്താവിൻ്റെ വചനത്തെ അല്പം മാറ്റി നിർത്തി വേറൊരു രീതിയിൽ ജനത്തിൻ്റെ ഉള്ളിലോട്ട് കേട്ടുന്നതാണ് മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നു. കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത് അവൻ്റെ ശിഷ്യന്മാരാകുവാനാണ്. ഒരു മനുഷ്യൻ സർവവും എനിക്ക് വേണ്ടി സർവവും കളഞ്ഞ് അനുഗമിക്കുന്നില്ലെങ്കിൽ
ഞാൻ ശിഷ്യനാകുകയില്ല. കർത്താവ് സ്പെസിഫിക്കായിട്ട് തീക്ഷ്ണതയുള്ള ദൈവം കർത്താവ് നമ്മുടെ സകലവും ആഗ്രഹിക്കും. സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, അന്ത്യത്തോളം മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ പറയും. തീർച്ചയായും നമ്മളെ ആത്മീകമായും ഭൗമികമായും തലമുറകളെ അനുഗ്രഹിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്, അതിൽ യാതൊരു ഡൗട്ടുമില്ല. പക്ഷെ പലപ്പോഴും ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ മാറ്റി നിർത്തി ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് നാം തൃപ്തിപ്പെട്ടു പോകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ ബന്ധുക്കോസ് സഭയിൽ ഒരു പ്രത്യേക ഒരു പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ വരുമായിരുന്നു. സഭായോഗം കഴിഞ്ഞിടത്ത് അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് പരിശുദ്ധാത്മാവരുടെ മേലിൽ വന്ന് ഓരോന്ന് ടേൺ ബൈ ടേൺ ആയിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രവചിക്കുമായിരുന്നു. അത് ജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണാൻ വേണ്ടി അനേക പാസ്റ്റർമാർ തന്നെ അവിടെ എത്തുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടന്നിരുന്നു. ജനം അനുഗ്രഹിക്കപ്പെട്ടു. ഇൻഫാക്ട് ചില പാസ്റ്റർമാർ പറയുന്നത് അതുപോലൊരു പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ആ കൊച്ചുങ്ങളൊക്കെ വളർന്നു വന്നു, കർത്താവിനെ അനുഗ്രഹിച്ചു, അനേകർ ലോകത്തിൻ്റെ പല ഭാഗത്തുമായി ജീവിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ അവിടെ കാണുന്നുമില്ല. അതിലും ഉപരിയായിട്ട് ജനത്തിന് അതിനെപ്പറ്റി ഒരു ഭാരവുമില്ല. വെളിയിൽ പോകുന്നതും വിസ കിട്ടുന്നതുമായി നാം തൃപ്തിപ്പെട്ടു പോകും. പണ്ടത്തെ പോലൊരു നല്ല കാലം, പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഒരു നല്ല കാലത്തിനായി നാം ദാഹിക്കുന്നു. കർത്താവിനെ അന്വേഷിച്ച് നടക്കാൻ, അവൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെട്ടു പോകും. പണ്ടത്തെ പോലൊരു നല്ല കാലത്തിന് ദാഹം നമ്മളിൽ ഇല്ലാതെ പോയോ? അതോ ഭാരം വിസ കിട്ടുന്നതും വെളിയിൽ പോകുന്നതുമായി മാത്രം ഒതുങ്ങിയോ? ഞാൻ ഇത് ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു ദേവദാസ് തന്നെ ഫേസിറ്റിയുടെ പോസ്റ്റിംഗ് പറഞ്ഞു. അദ്ദേഹം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, ഇന്ന് ആ മാനിഫെസ്റ്റേഷൻ ഇല്ല, അതിനെപ്പറ്റി ഇല്ലാത്ത ആർക്കും ഭാരവും ഇല്ല, അതിനായി ആരും ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി നമ്മൾ ഈ ലോകത്തിലെ വിസയും ശമ്പളവുമായി നമ്മുടെ ആഗ്രഹവും ഭാരവും തീർന്നു. പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടത്തെ പോലെ പ്രവചനങ്ങളും രോഗസൗഖ്യങ്ങളും സുലഭമായൊരു നല്ല കാലത്തിനായിട്ടൊരു ഭാരം നമുക്കുണ്ടോ? ദൈവസഭയ്ക്കായൊരു ഭാരം നമുക്കുണ്ടോ? ഒരു മടങ്ങി വരവും നമുക്കും വേണ്ടേ? അവിടെ ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വചനം മുദ്രയിടരുത്. ദൈവവചനം ഒതുക്കാനൊക്കത്തില്ല, അത് വായിലൂടെ വെളിവരും. നമ്മുടെ ഭാരം ഈ ലോകത്തിലെ നന്മകളെ പറ്റിയായി മാറിപ്പോയോ? കർത്താവിനെ പിൻപറ്റുന്ന സുവിശേഷത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ഈ ലോകത്തിൻ്റെ നന്മകൾ കിട്ടുന്നൊരു ഫോർമുലയായി മാറ്റിക്കളഞ്ഞു. നമ്മുടെ നോട്ടം അതിലോട്ടായിപ്പോയോ? അനീതി ചെയ്യുന്ന ഇനി അണിയട്ടെ, കർത്താവിൻ്റെ മുഖത്തോട്ട് നമുക്ക് മടങ്ങി വരാം. ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ നമുക്ക് മനസ്സ് വെക്കാം. വചനം നമ്മളിൽ ക്രിയട്ടെ, നമ്മിലൂടെ ഒരു മടങ്ങി വരട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല വചനത്തിനായി സ്തുതിക്കുന്നു, കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളും മാറിപ്പോയി. പുറമെ എല്ലാം ഓക്കെ ആണെങ്കിലും അകമേ ഈ ലോകത്തിലെ നന്മകൾക്കായിട്ടുള്ള ദാഹത്തിലും ഭാരത്തിലും നമ്മൾ മാറിപ്പോയി. ഞങ്ങൾക്കും ഒരു മടങ്ങേറി വേണം. ഞങ്ങളുടെ വചനം മനസ്സിലാക്കാനും ഞങ്ങളുടെ ഹിതം മനസ്സിലാക്കാനും ഞങ്ങൾ മനസ്സ് വെക്കുന്നു. വചനം നമ്മുടെ ഉള്ളിൽ കയറട്ടെ,
വായിലൂടെ വരട്ടെ. വചനം ക്രിയ ചെയ്യട്ടെ. ദൈവജനത്തിനായ ഒരു ഭാരം നമുക്ക് വരട്ടെ. നമ്മിലൂടെ ഒരു മാറ്റം കർത്താവ് കൊണ്ടുവരട്ടെ. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് സ്തുതിക്കുന്നു. അങ്ങനെ വചനം ക്രിയ ചെയ്തതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ സഹായിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം നസ്രാന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.